Dancing India. These are pictures of some traditional dances of India. Write the names of the states with which they are associated. Choose from the box. Here is a different dance form of different states of India, and we will find out which state is famous for which type of dance. And here is given Andhra Pradesh, Tamil Nadu, Uttar Pradesh, Kerala, Orissa and Manipur. These are the different states of India. And then we will find out which dances is famous for which place. First one എന്താണ്? ഭരതനാട്യം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അവിടെ? ഭരതനാട്യം കൊടുത്തിട്ടുണ്ട്. And this dance form is famous for which country എന്നുള്ളതാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഏത് കൺട്രിയുടെ സ്പെഷ്യൽ ആണ് ഏത് ഡാൻസ് എന്നാണ് നമ്മളിപ്പോൾ ഫൗണ്ട് ചെയ്യേണ്ടത്. ഏതാണ് ഹസ്ന? ഭരതനാട്യം ഈസ് ഫേമസ് ഫോർ വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാട്. Tamil Nadu. Is it true or false? It is true. And Tamil Nadu is famous for Bharatanatyam. Then first one appo Tamil Nadu എന്ന് എഴുതുക അവിടെ. എഴുതിയിട്ടുള്ളവര്. Then second, Manipuri. Manipuri is the famous dance form. It is famous for which place? Manipuri. എവിടെയാണ് അജ്സൽ? Manipuri is famous for which state of India? മണിപ്പൂർ. Manipur. Manipur. Manipuri. Okay. Manipur is famous for Manipuri. Then number 3. Kathakali. Kathakali is famous for which state? ഏതാണ് ജൂലിയറ്റ്? കേരള. Kerala. Kathakali is famous for Kerala. And then Kuchipudi is famous for which state? Angel? ആന്ധ്ര പ്രദേശ്. Andhra Pradesh. Andhra Pradesh. And then Odissi is famous for, എവിടെയാണ് ഒഡീസി? നിത? ഒഡീഷ. Orissa. Odissi is famous for Odisha. Sorry, Orissa. Then Alan. Next, Kathak. Kathak. ഉത്തർ പ്രദേശ്. Uttar Pradesh. Kathak is Uttar Pradesh. Finish ആയല്ലോ. ഭരതനാട്യം തമിഴ്നാട്, കഥകളി മണിപ്പൂരി, മണിപ്പൂർ, കഥകളി is Kerala. Then Kuchipudi, Andhra Pradesh, Odissi, Orissa, Kathak, Uttar Pradesh. Then ഫിനിഷ് ആയല്ലോ. അത് സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ ചെയ്തു. Then group them together. Write these names of people, places, animals and things in the correct boxes. Then ഇവിടെ എന്താണ് ഉള്ളത്? ബോക്സിൽ കുറെ പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇതിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് വേണ്ടത്. ഈ പേരുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. അതായത് റൈറ്റ് ദീസ് നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ആനിമൽസിൻ്റെയും പീപ്പിൾസിൻ്റെയും പ്ലേസിൻ്റെയും നെയിമാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഗ്രൂപ്പിൽ കോളത്തിൽ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അലൻ? അതൊന്ന് വായിച്ചേ അലൻ മാത്യു. ടെലിഫോൺ, പാരീസ്, പോസ്റ്റ് കാർഡ്, ലെനിൻ, Painting,
Mahatma Gandhi, Snow Leopard, Cairo, newspaper, Blue Whale, London, Cheetah, Jawaharlal Nehru, facts, Nelson Mandela, Tiger. Okay. Telephone, Paris, postcard, Lenin, Beijing, Mahatma Gandhi, snow leopard, Cairo, newspaper, blue whale, London, cheetah, Jawaharlal Nehru, facts, Nelson Mandela, tiger, and we will group these items. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് എന്താണ്? ഫേമസ് ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻഡേഞ്ചേർഡ് ആനിമൽസ് എന്ന് സെക്കൻഡ് ബോക്സിലുണ്ട്. ദെൻ തേർഡ് ബോക്സ് സിറ്റീസ് ഓഫ് ദ വേൾഡ്. ദെൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ബോക്സിൽ ഫേമസ് ലീഡേഴ്സിന്റെ പേരൊക്കെയാണ് എഴുതേണ്ടത്. കുറേ ലീഡേഴ്സിന്റെ പേരുണ്ട് നമുക്ക് തന്നിട്ടുള്ള ഇതിൽ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ പേരാണ് ഫൗണ്ട് ചെയ്ത് എഴുതേണ്ടത്. ഏതൊക്കെയാണ് ആദിത്? വിച്ച് ആർ ദ ഫേമസ് ലീഡേഴ്സ് ഫ്രം ദിസ്? ഓക്കെ. ഏതാണ്? മഹാത്മാഗാന്ധി, ലെനിൻ, ജവഹർലാൽ നെഹ്റു, ഓക്കെ. മണ്ടേല. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല, ലെനിൻ. ഇത്രയുമാണ് എന്ത് ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ പേര് ഉള്ളത്. ഇതില് 4 എണ്ണമാണ് അല്ലേ? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല, ലെനിൻ. ദീസ് ആർ ദ ഫേമസ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ. ദെൻ എൻഡേഞ്ചേർഡ് ആനിമൽസ്. സെക്കൻഡ് ബോക്സിൽ എന്താണുള്ളത്? എൻഡേഞ്ചേർഡ് ആനിമൽസ് ആണ് ഉള്ളത്. സോ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ പേരാണ് നമ്മളതിൽ എഴുതേണ്ടത്. ഏതൊക്കെയാണ് ബെനീറ്റ? ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ടൈഗർ, ഓക്കെ, ബ്ലൂ വെയിൽ, ബ്ലൂ വെയിൽ, എനിക്ക് അത്രയും കിട്ടിയിട്ടുള്ളൂ. അത്രേ കിട്ടിയിട്ടുള്ളൂ. അതിൽ നോക്കിയിട്ട് ആനിമൽസിന്റെ പേരുകള് then Jevin, ടൈഗർ, ബ്ലൂ വെയിൽ, സ്നോ ലെപ്പേർഡ്, ചീറ്റ. ടൈഗർ, ബ്ലൂ വെയിൽ, ചീറ്റ, സ്നോ ലെപ്പേർഡ്. ഓക്കെ. 4 എണ്ണമാണ് ആനിമൽസ് ഉള്ളത് അല്ലേ? സ്നോ ലെപ്പേർഡ്, ബ്ലൂ വെയിൽ, ടൈഗർ ആൻഡ് ചീറ്റ. Then cities of the world. Then we will find out the famous world cities. നമ്മുടെ വേൾഡിലെ കുറച്ച് സിറ്റീസിന്റെ പേര് അവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ് മോളെ സെൽന? പാരീസ്, ബൈജിംഗ്, ലണ്ടൻ, കെയ്റോ. Paris, London, Beijing, Cairo. These are the famous cities of the world.
Paris, London, Beijing, Cairo. Okay. Paris, London, Beijing, Cairo are the famous cities of the world. Then next, means of communication. Communication means ആണ് ഇനി എഴുതേണ്ടത് അല്ലേ? ഏതൊക്കെ കമ്മ്യൂണിക്കേഷണൽ മെത്തേഡ് ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി എഴുതാൻ വേണ്ടി പോകുന്നത് അല്ലേ? സോ ഓക്കെ റിലു, ഏതൊക്കെയാണ് മോളെ? എന്താണ്? ഏതാണ്? ആനിമൽസിന്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും ഓക്കെ സിറ്റീസിന്റെ ഫസ്റ്റ് മുതൽ ഓക്കെ. ആനിമൽസ് ടൈഗർ, ചീറ്റ, സ്നോ ലെപ്പേർഡ്, ബ്ലൂ വെയിൽ. ടൈഗർ, ചീറ്റ, സ്നോ ലെപ്പേർഡ്, ബ്ലൂ വെയിൽ. എന്താണ് ടൈഗർ? എന്താണ് നമുക്കറിയാം അല്ലേ? നമ്മുടെ ടൈഗർ. Then cheetah, then snow leopard, it's a type of leopard. Then blue whale, it is whale, blue whale, നമുക്കറിയാം നീല തിമിംഗലം അല്ലേ നമ്മുടെ. Then ഇതൊക്കെയാണ് animals. Then cities of the world is Paris, London, Beijing, Cairo are the word cities. ഇതൊക്കെയാണ് നമ്മുടെ വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് ആണിത്. പാരീസ്, ലണ്ടൻ, ബെയ്ജിംഗ്, കെയ്റോ. Then next one, means of communication ആണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ്സ് ആണ് എന്നുള്ളത് ഏതൊക്കെയാണ് മോളെ? ഏഞ്ചൽ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ന്യൂസ്പേപ്പർ, ഫാക്സ്. ടെലിഫോൺ, പോസ്റ്റ് കാർഡ്, ഫാക്സ്, ന്യൂസ്പേപ്പർ. ഓക്കെ. നമ്മുടെ ഫാക്സ്, postcard, newspaper, telephone are the means of communication. Clear? First one പറയാം. famous leaders ആണ് മഹാത്മാ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല and Lenin. Then tiger, cheetah, snow leopard, blue whale. Then Paris, London, Beijing, Cairo. Then telephone, postcard, fax, newspaper. Clear? എഴുതിയോ? ഫിനിഷ് ആയില്ലേ? എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ പറയണേ. എന്താണ് നിത? ഏതാണ്? ലാസ്റ്റ് വൺ ആണോ? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണോ? അല്ല, കമ്മ്യൂണിക്കേഷൻ. സോറി, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോറി. ദെൻ ടെലിഫോൺ, പോസ്റ്റ്കാർഡ്, ഫാക്സ്, ന്യൂസ് പേപ്പർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് അല്ലേ? ഫാക്സ് അയക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്, പോസ്റ്റ് കാർഡ് ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്. ദീസ് ആർ ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ടെലിഫോൺ, പോസ്റ്റ് കാർഡ്, ഫാക്സ് ആൻഡ് ന്യൂസ് പേപ്പർ ആർ ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ ഫേമസ് ലീഡേഴ്സ് ആർ മഹാത്മാ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, Nelson Mandela, Lenin. Then endangered animals are tiger, cheetah, snow leopard, blue whale. These are endangered animals. And cities of the world, the famous world cities are Paris, London, Beijing, Cairo. Then means of communication: telephone, postcard, fax, newspaper. Okay.
എഴുതിയല്ലോ, ഫിനിഷ് ആയല്ലോ. Then take the next page. Your next page, animal talk, page number 228. Next page, 228. Animal talks. How do the following animals talk? Choose the box and write the sounds they make. Animals ഉണ്ടാക്കുന്ന സൗണ്ട്സ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ നിന്ന് നമ്മൾ ഈ ആനിമൽസിന് മാച്ച് ചെയ്യുന്ന സൗണ്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് ചെയ്യാണ് വേണ്ടത്. കുറേ സൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആനിമൽസിന്റെ സൗണ്ട് ആണ്. ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ മാച്ച് ചെയ്യാണ് വേണ്ടത്. സോറി, എഴുതി കൊടുക്കാണ് വേണ്ടത്. അവിടെ ബോക്സിൽ കുറെ സൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ട്രംപറ്റ്സ്, നെയ്സ്, ഹൂട്ട്സ്, ബസ്സസ്, ഹൗൾസ്, ബ്ലീഡ്സ്, ചാറ്റേഴ്സ്, ബ്രേസ് ആൻഡ് സ്ക്വേക്സ്. ഈ സൗണ്ട് ഒക്കെ ഇത് ഏത് ആനിമലിന്റെ സൗണ്ട് ആണ് എന്നുള്ളത് ഫൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാണ് വേണ്ടത്. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ദെൻ അറൗണ്ട് ദ വേൾഡും ഇത് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. നമ്മുടെ വീഡിയോ ഓഫ് ആയി അല്ലേ?